Good afternoon, everyone. Good afternoon, ma'am. Okay. എല്ലാരും പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർഡ് ആണോ എല്ലാവരും? Yes. Yes. Okay. അപ്പൊ ഓരോരുത്തർ വെച്ച് ഇതൊക്കെ തുടങ്ങിക്കോളൂ. ആരാ സ്റ്റാർട്ട് ചെയ്യാ? സ്റ്റാർട്ട് ചെയ്തോളൂ. വിദ്യ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി കുറച്ച് തുമ്മലുണ്ട്. തുമ്മിക്കൊണ്ടിരിക്കാൻ സംസാരിക്കാൻ പറ്റുന്നില്ല. ഉണ്ടായിരുന്നില്ല. ജിത്തുവിനെ കണ്ടു കൊറേ നാളായല്ലോ. എന്തിനറിയോ? ജിതു ഉണ്ടായിരുന്നു, നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ആണോ? ആരാ സ്റ്റാർട്ട് ചെയ്യാ? നിങ്ങൾ പ്രിപ്പയർഡ് ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. ചെയ്തോ? ചെയ്തില്ല മാം. ഞാൻ കുറച്ച് പറയാം മാം. ജസ്റ്റ് പറയാൻ. ഓക്കെ. അംബീഷനെ കുറിച്ചല്ലേ മാം പറയാൻ പറഞ്ഞിരുന്നത്? ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ചെയ്യാ, ദെൻ നമുക്ക് ലൈബ്രറി പറയാം. അതും അത്യാവശ്യം നന്നായിട്ട് പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, പറയൂ. ചെറിയൊരു ഇതാ മാം, ജസ്റ്റ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്. My ambition is to become a successful hospital administrator. I would like to help the society also, and I want to become financially independent, and then I can help my family and also myself. I don't want to depend anyone. And I can build my self-confidence and self-worth for me, and I can support my I can improve my career goals. First of all of them, all over, I want to be a millionaire. It's not joke. I would like to be a millionaire. I want to become and white collar job, like respective job. And then so I can enjoy my financial security and peace of mind. എന്നോട് പറയുന്നത് കൊന്നോളം ആഗ്രഹിച്ച കൊന്നിക്കുരോളം കിട്ടുന്നത്. എന്റെ ആഗ്രഹം എപ്പോഴും അങ്ങനെയാ, മൾട്ടി മില്യണർ ആവണം. അതിനൊരു വേർഡ് ഉണ്ട്, ഫ്രം ഡോൾ ടിൽ ഡസ്ക് എവറിത്തിങ് ഈസ് അണ്ടർ ഡിവൈൻ ഗൈഡൻസ്. ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണ്. ഞാൻ വേറെ രീതിയിലാണ് ഒരു കഥ പറഞ്ഞോളാം. ഞാൻ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു, ജസ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞത്. എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കഥ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രാവിലെ തൊട്ട് തുമ്മല, അങ്ങനെ സിവിയർ ആയിട്ട് ഭയങ്കരമായിട്ട് അലർജി പ്രശ്നം ഉണ്ട്. അപ്പൊ അത് ഭയങ്കര ഇതായിരുന്നു. ഞാൻ എഴുതിക്കൊണ്ടു. പറഞ്ഞോളൂ വിദ്യ. I had so many ambitions. In my childhood, my ambitions became a nurse, but that changing became a teacher. Again, one changing my ambition
I became an accountant, but I can't earn anything. I can't. On that time I was not happy. My marriage is over. On the time I realized that a job is necessary in my life, but the time is passed away. After I studied stitching churidars, that's one of earning in my life. I am very happy on that time. Finally, I get an opportunity to study hospital administration course. It is it does not complete to be continue now this time. I sure I can earn a job and I will raise up my confidence level over. Thank you. ഇപ്പൊ കറന്റ് എന്താണ് ഡ്രീം എന്താണ്? I get an job necessary. Want to get a job. Any kind of job അങ്ങനെയാണോ? എന്തെങ്കിലും അവിടെ ജോലി അതാണ് necessary ആണ്. Now the time I study hospital administration. I will get in the field in hospital. I like it, love very much in hospital field. Thank you. Okay, good. Who's next? Ma'am, Yeah, Lashna. ലക്ഷ്മിയാണ് മിസ്. ആരാണ്? ലക്ഷ്മി എല്ലാരും പ്രൊണൗൺസ് ചെയ്യുന്നത് ലാന്ന് നീട്ടും, പക്ഷെ മീനിങ് എന്താ ലക്ഷ്മി? ലക്ഷ്മി മീനിങ് എന്താ? മീനിങ് ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ. ലക്ഷ്മി പ്രൊഫൈൽക്ക് മാറ്റിയിരിക്കും. ഐഡന്റി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അല്ല, അത് രണ്ട് മെയിലുണ്ട്. ഒരു മാറി മാറി കയറുമ്പോ അങ്ങനെ വരുന്നതാ. ഞാൻ നിങ്ങളുടെ പ്രൊഫൈലാണ്. പ്രൊഫൈൽ നോക്കിയിട്ടാണ് നിങ്ങളെ പേരായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. പെട്ടെന്ന് പേര് ഓർമ്മയില്ലെങ്കിലും പിക്കണ്ട മനസ്സിലാവും. ഓക്കെ, പറയൂ. നന്നായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇതൊക്കെ എഴുതി വെച്ചത് വായിക്കാം മിസ്. കുഴപ്പമില്ല, പറയൂ. Still I can't believe that I'm studying hospital administration course, because my education background was totally different from this. I completed BCom and I don't like to take post graduation, so I regrets. Then I studied a trade from Industrial Training Institute. After my course, I joined to Caltron, and I take 1 year training program, and that program was totally changed. And after that training program, I take a long break after my marriage and child. ഈ മാരേജ് ആണെന്ന് തോന്നുന്നു നമ്മളെ എന്താ പറയാ, അങ്ങനെ പറയാന്ന് അറിയില്ല. I can't find to follow what's my job platform and profession. Now I am gratefully and confidently doing my course and expecting a profession. Thank you. Okay, yeah, good. And next. Niara. Forward and yeah. Okay. ഞാൻ പറയട്ടെ. Yeah, പറയൂ. പ്രിപ്പറേഷനും ചെയ്തിട്ടില്ല, എന്നാലും പറഞ്ഞു നോക്കാം. പറയട്ടെ മിസ്സേ? ഇല്ല, പറയൂ.
Actually, I planned after my degree, I will go for studying IELTS. I will not plan to uh, I will not plan to study hospital administration. I plan that after my degree go after my degree going for IELTS. I, when I see in social media about hospital administration, I have not idea. Uh, I have not a idea about hospital administration. How was the study, exam, and all. Um, after when my mother see in for പോയി. Neha, Neha, പോയോ? ഇല്ല ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ടെൻഷൻ ടെൻഷനായിട്ടാ, എന്തോ ടെൻഷൻ വന്നിട്ടാ. പിന്നെ പക്ഷെ പയ്യെ പറയൂ, റിലാക്സ് ചെയ്ത് പറയൂ. ഓക്കെ, എന്നിട്ട് പറയൂ. When I was doing my degree periods, that time I plan to go after my degree to study IELTS. When I was searching, looked in the social media, I see so many opportunities about hospital administration. Then that time also I didn't plan to learn hospital administration because I don't know about about the job opportunities and all. Then when my mother was seeing this about hospital administration, she told me we can call and ask how study how teaching methods, exams and all. We can call and ask. Then I told okay, you call and ask about course. Then she called and she asked about all the exams, class and all. Then I asked my cousin sisters cousin sister my cousin sisters was എന്തുട്ടാ nurses. Then they know about what are the opportunity about. പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടാന്നുള്ളത് അവർക്കറിയാൻ പറ്റുമല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. Then I told agreed, and then I joined hospital administration course. Then first time and all, I very scared how to I can study. I can understand the course, teachers, how to teach. Like that, I have very scared. But now I have now I have now my dream, I want to become a better hospital administration. Hospital administrator. നീഹ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ടെൻഷൻ ഒന്ന് മാറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ടെൻഷൻ വന്നോണ്ടാ കൂടുതൽ വേർഡ്സ് എനിക്ക് ടെൻഷൻ ഇല്ല. എന്തൊരു ടെൻഷനായത്? എന്തിനാ അത് ടെൻഷൻ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും കേട്ടോ. അപ്പൊ അതേപോലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അവിടെ ആരും ഒന്നും പറയില്ല, കളിയാക്കിയൊന്നുമില്ല. കാരണം ആർക്കും അറിയില്ല ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ നീ എന്നെക്കാളും ബെറ്റർ ആയിട്ട് ചിലപ്പോ ആരും പറയില്ല. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുക. അപ്പൊ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കുമ്പോ നമുക്ക് വാക്കുകളൊന്നും കിട്ടില്ല. ഇപ്പൊ അത്യാവശ്യം നീക പറയുന്നുണ്ട്, പറയാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ടെൻഷൻ അടിക്കുമ്പോ ഒട്ടും കിട്ടാണ്ടാവും. ആ ഒരു ട്രൈ ചെയ്യുന്നത് പോലും നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഞാൻ ചോദിക്കും. അപ്പൊ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിരുന്നോളൂ. നെക്സ്റ്റ് ഇനി ആരാ?
അജി വിജയൻ. അയ്യോ മിസ്, ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. കൊറേ ചെയ്തില്ലേ? നാളായി മിസ്സിന്റെ ക്ലാസ്സിൽ കയറിയിട്ട്. ജസ്റ്റ് കേൾക്കുക. കയറിയത് നല്ല സമയത്താണ്. ഓക്കെ, അപ്പൊ അടുത്ത രണ്ടാഴ്ചയായി ക്ലാസ്സിൽ തോന്നുന്നു. എന്തോ 2 ആഴ്ചയായി മിസ്സിന്റെ ക്ലാസ്സിലേക്ക് കയറിയിട്ട്. എല്ലാ ക്ലാസ്സിലും കയറിയിട്ട്. ഇന്നാ ഞാനൊന്ന് കയറിയത്. ഞാൻ കയറിയത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാവോ? എന്തെങ്കിലും എന്നാലും കയറിയതല്ലേ, എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകും. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പോകും. ജസ്റ്റ് ഒരു ചെറിയൊരു സെൽഫ് ഇൻട്രോ ചെയ്തിട്ട് ഡ്രീം എന്താന്ന് മാത്രം പറയാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. ഞാൻ ചോദിക്കാം, അത് പറഞ്ഞ് ലീവ് ചെയ്ത് പോകണ്ട. ഓക്കെ, ഇല്ല. നെക്സ്റ്റ് ഞാൻ നെച്ചൂസ്. കേൾക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല മാം. പ്രിപ്പയർഡ് അല്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകം പറഞ്ഞു വിടണം. ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വിടണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അറിഞ്ഞില്ല? ഓക്കെ, ഇനി നെക്സ്റ്റ് രാജേഷ് കെ. മാം, അത് ഹസ്ബൻഡിന്റെ ഫോണിലാ കയറിയത്. ഫോൺ ഇതായോണ്ട്, ഫോണ് കേടായോണ്ട്. ജിൻഷയാണ്. ഓ, ജിൻഷ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ആരുടെ മെയിലേഴ്സ് കയറിയതപ്പോ? അത് മോനെ ഇതിങ്ങനെ കൊറേ ഇതിന്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് അതിന്റെ അകത്ത് ഒന്നിൽ കയറിയതേ. ഓരോ ദിവസം ഓരോ മെയിലാണ്. ഞാനും ആലോചിക്കുന്നുണ്ട്, ആരാണ് ഈ രാജേഷ്? അന്നും അതെ, അന്ന് ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചു, ആരാണാവോ? എന്തായാലും പേര് ഒരു റൈഡർ പോയി അവനെന്തോ. അത് മോന്റെ ഞാൻ ഇന്നലെ കണ്ടപ്പോ വിചാരിച്ചു, ഇന്നലെ ഗ്രൂപ്പ് മെസ്സേജ് ഇങ്ങനെ എന്തോ ടൈപ്പ് ചെയ്യുമ്പോ മെസ്സേജ്, രാജേഷ് കെ പുതിയ അഡ്മിഷൻ, ആൺകുട്ടികളൊക്കെ ആക്റ്റീവ് ആണല്ലേ എന്ന് വിചാരിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൈഡർ എന്നൊക്കെ പറഞ്ഞ ഞാനിപ്പോ വിളിക്കുകയും ചെയ്യുന്നത് ആരെന്ന് അറിയണ്ടേ? നടന്നു വരുന്നേന് മാം. ഞാൻ ഡാൻസ് ഒരു പ്രോഗ്രാം പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ നടന്നു വരുമ്പോ ഞാനത് ഓൺ ആക്കുമ്പോ അത് മോൻ എടുത്ത് വെച്ച 3-4 ഓപ്ഷൻ ഉണ്ട്, അതില് ക്ലിക്ക് ചെയ്തു പോയി. വരുമ്പോ പറയണോട്ടോ, ശിക്ഷയാണെന്ന്. ജിൻഷ പറയൂ. മാം പ്രിപ്പയർ ഒന്നല്ല, ഞാൻ ഇപ്പൊ എഴുതി വെച്ചതാ കുറച്ച് എന്നുള്ളൂ. നിങ്ങളോട് പറഞ്ഞില്ല, അണ്ടർസ്റ്റാൻഡ് ഇല്ലാത്ത പിള്ളേരാണ്. മര്യാദക്ക് എത്ര ദിവസം മുന്നേ പറഞ്ഞതാണ്, ആരും പ്രിപ്പയർ ചെയ്തില്ല. കൊള്ളാം. My ambition is complete this course, hospital administration. My young age ambition is working for a nurse, but their opportunity for Aster means Kannur at working 2.5 months. I enjoy this work, but I am very tired and this work is stopped. I was joined the driving practice. First time I was failed. Second time I passed HNET. അതങ്ങനെ പറയേണ്ടെന്ന് അറിയില്ല. Third time I passed the road test. Also I passed. Then I was studying Ignite Academy in this course, hospital administration. 6 months become a mother was an accident on their course is not complete. Attendance decrease on the not attended by I was stopped the course. Then 3 months before this course is in this course hospital administration. Yeah. അത്രേ എഴുതിയിട്ടുള്ളൂ മാം. ഞാനിപ്പോ എഴുതുക. ഞാൻ വേറൊരു കോഴ്സ് ചെയ്തതാ. അപ്പം അമ്മേന്റെ ആ മരണത്തിന് ശേഷം ഞാൻ പിന്നെ അത് പകുതി കിട്ട്. അതിനുശേഷം ഞാൻ പിന്നെയും ചെയ്തതാണ് ഈ കോഴ്സ് രണ്ടാമതും. അത് അറ്റൻഡൻസ് കുറവായോണ്ട്. Okay, yeah. Good attempt. Next ആരാ? നിഹാല.
നിഹാല പറയുന്നുണ്ടോ? പ്രവിത Yes, ma'am. യെസ് പ്രവിത പറയൂ. മാം എന്റെ ഇപ്പോഴത്തെ ചെറിയൊരു ആഗ്രഹമാണ് കേട്ടോ. ഉം. ചെറുതാണേ. ചെറുതാണ് കേക്കട്ടെ. A current wish of mine, current course, a good mark, passed, got a good post. ഉം. Mm, I have to go and work in a foreign country. ഉം. That is my wish. That's my pray. wish. I pray God that wish will come true. Yeah. Okay. ഇത്രേ ഉള്ളോ? അതാ ഞാൻ പറഞ്ഞത് ചെറുതാന്ന്. അങ്ങനെ ചെറുതാന്നാ പറഞ്ഞ. ഞാൻ വിചാരിച്ചു ചെറിയ ഡ്രീം ആണെന്നാണ്. പക്ഷെ ഡ്രീം കേട്ടപ്പോ എനിക്ക് ചെറുതായിട്ട് തോന്നിയില്ല. പ്രിപ്പയർ ചെയ്തില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേൾക്കാതെ? ഇത് പറയണം. ഒരു ടീച്ചർ പറഞ്ഞാൽ കേൾക്കണ്ടേ? പറയൂ. സമയം കിട്ടായിട്ട് എന്തോ? മാം പറയൂ. എന്താണ് നിങ്ങൾ പറഞ്ഞ കേൾക്കാത്ത? ഒരു ഹോംവർക്ക് തന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എനിക്ക് പഠിക്കാനാണോ അല്ലേ? അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണോ? ഞങ്ങക്ക് പഠിക്കാൻ വേണ്ടിട്ടാ മാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പറയാം ഇതെന്താണ് എന്റെ ഡ്രീം. ഞാൻ പറയാം എന്തെങ്കിലും ടോപ്പിക് എന്നിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് പറയാം. മതിയോ? എന്റെ ഇംഗ്ലീഷ് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുന്നത് മതിയോ? No മാം. എന്നിട്ട് ഇപ്പൊ ഞാൻ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞേ? വെബ് സ്റ്റോറി പോലെ പറയണം, ജസ്റ്റ് ഇൻട്രോ ചെയ്യണം, ഡ്രീം പറയണം, അത് എവിടെ വരെ വന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്, സ്റ്റോറി പോലെ പറയണം. ഓക്കെ മാം, എന്നൊക്കെ പറഞ്ഞു പോയതാ. എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് I will കുറച്ച് വിദ്യ കുറച്ച് ചോദ്യങ്ങൾ എത്തിച്ചു. ഇനി ഇന്നലെ രാത്രി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. എന്നാലും പറയായിരുന്നു കുറച്ച്. എവിടെ പോയോ? നീഹ ഒന്നുകൂടെ പറഞ്ഞേ. പറയാം. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പറയൂ. Actually, I plan to go after my degree for studying IELTS to go abroad. പറയാം. Then when I was searching the phone, I saw about hospitalization course, so many opportunities for learning offline and online. But I didn't think about more because when I was studying my 10th standard, when my brother go abroad, that time onwards I fixed in my mind that I want to go after my degree to abroad. That's why I didn't think about more about this course. Then when my mother was here about hospitalization, she told to me that we can this opportunity. I see this opportunity. Can I call and ask about classes and learning methods
and all. Then I told to she that no, because I will go for IELTS. Like that I told. And she told to me, we can just for calling and ask. That have no problem to you know. If you interested only you can join. Then I told, if you need you call and ask. Then she um, call and ask about the courses and learning method and all. Then I told mother of I like I offline I will go, but online I am not interested because all time inside the home. Then she told you can study side, you can study computer, spoken English, like that all you can do side offline. This you do online. Then I told, let me think. Then she come to the institution. She come the മിസ്റ്റർ നേരിട്ട് വന്നോന്ന് അതെങ്ങനെ ഉദ്ദേശിച്ചത്. എടാ നീഹ, ഒന്നിങ്ങനെ മെല്ലെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രീത്തൊക്കെ എടുത്തിട്ട് നെല്ലിക്കോ, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാ മതി. നിങ്ങൾക്ക് എവിടെയോ പോവാണ്ടെന്ന് വല്ല മെല്ലെ പറഞ്ഞാ പോരെ. എനിക്കെങ്ങനെ പറഞ്ഞില്ല. അത് ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെയാണ് മിസ്സേ, ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഒരു ടെൻഷനാ. പക്ഷെ നീഹ ആദ്യം പറഞ്ഞതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇപ്പൊ പറഞ്ഞപ്പോ. കുറെ എക്സ്ട്രാ സെന്റൻസ് വന്നു, വേർഡ്സ് വന്നു. ഓക്കെ, മിസ് ആലോചിച്ചപ്പോ കിട്ടി, അല്ലാതെ പെട്ടെന്ന് പറഞ്ഞപ്പോ. Then she come and ask about courses, and she that time always she called to me and say, I am going to give you a number. Then I told, okay, let me try. If I cannot understanding class, I will stop the class. If I will not understand the classes because all I only know. That's why. Then first and second classes, I cannot understanding. Then I told to mother that mother, I cannot understanding classes and all. And she told, you will try, you can get. She will support me. She will support. Then I go computer class and spoken English offline morning session. Then now I have confidence that I can I will get. Now my dream all change. I want to complete and I want to pass hospital administration and I want to get a job in here India itself. India Kerala. മതിയില്ലേ? നല്ലതാടാ, ഒന്ന് നീ റെക്കോർഡ് ക്ലാസ് ഒന്ന് കേട്ട് നോക്കിയോളൂ. ആ വരയിലും കുറച്ച് ഇങ്ങനെ ഇതൊന്നും നിർത്തി കഴിഞ്ഞ പിന്നെ ഓക്കെയാ. മിസ് ഇവിടെ അമ്മ വന്ന് നിന്നതുകൊണ്ടാ. ഓക്കെ, എന്തായാലും ക്ലാസ് എന്താ റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടതുകൊണ്ട് നീഹ. അയ്യോ, കേൾക്കണോ? ഇന്നത്തെ ക്ലാസ്സിൽ ഫുള്ള് നീഹയാണ്. നീഹ കൊണ്ടുപോയി. പിള്ളേന്റെ കഷ്ടകാര്യം, റെക്കോർഡിങ് ക്ലാസ് നോക്കണ്ട പിള്ളേന്റെ കഷ്ടകാര്യം. എന്റെ ഈ സംസാരം ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. രണ്ടാമത് പ്രാവശ്യം നന്നായി ഇമ്പ്രൂവ് ആയി അല്ലേ മിസ്? പറയുന്നുണ്ടല്ലോ കോൺഫിഡന്റ് ആയിട്ട്, അതന്നെ വലിയ കാര്യം. അങ്ങനെ കോൺഫിഡൻസ് വന്നാൽ തന്നെ നമുക്ക് എന്തും പറയാം. നീഹ കണ്ടോ, ആദ്യം പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എന്താ ടെൻഷൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം നമുക്ക് കുറച്ചുകൂടെ കുറഞ്ഞു. ഓ കണ്ടോ, ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്, എനിക്ക് തന്നെ ഓർമ്മയില്ല, എന്തൊക്കെയോ പറഞ്ഞു ഇംഗ്ലീഷില്. എന്തൊക്കെയോ പറഞ്ഞു, അതാണ് ആ ധൈര്യം കിട്ടി. ഓക്കെ, പറഞ്ഞത് കുറച്ചൊക്കെ ശരിയായില്ലേ മിസ്സേ? പിന്നെ കുറച്ചൊക്കെ ശരിയാണ്, തട്ടിമുട്ടിയൊക്കെ പറഞ്ഞു ഒപ്പിച്ച്. അതെനിക്കറിയാം, ഞാൻ തട്ടിമുട്ടി പറഞ്ഞു.
ടെൻസസ് ഒക്കെ കുറച്ച് അങ്ങോട്ടൊക്കെ പോയി. എന്നാലും കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ട് ഇത്ര സ്പീഡിൽ പറയുന്നുണ്ട് നീ ഇംഗ്ലീഷ് പറയുമ്പോ. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാൻ. പിന്നെ സ്പീഡാകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈമിൽ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ബബബേ ആയി പോകും. കാരണം നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിൽ തന്നെ കുറച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്ലോവിൽ പോയിട്ട് ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് എല്ലാ മിസ്റ്റേക്സും നമുക്ക് തന്നെ മനസ്സിലായിട്ട് നമുക്ക് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനുശേഷം എല്ലാം ഓക്കെ അതിന് ശേഷം നമുക്ക് സ്പീഡിൽ പോകും. ഓക്കെ, മനസ്സിലായില്ലേ പറഞ്ഞത്? പിന്നെ എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. അല്ല, സ്പീഡില് പറഞ്ഞോണ്ടേ എനിക്ക് സംശയം. ഇല്ല, മനസ്സിലായി. എല്ലാവർക്കും കാര്യം പിടികിട്ടി അല്ലേ? പറയൂ. കാര്യം പിടികിട്ടില്ലേ? അത് മതി. അത് മനസ്സിലായടാ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല. നിർത്തി ഒരു ഓളത്തിൽ പറഞ്ഞു പോയാൽ മതി. ആ ഒരു ഇതിന്റെ ഈണത്തിൽ അങ്ങ് പറഞ്ഞു പോയാൽ മതി. മാമിന്റെ നമ്പർ തരുമോ? എനിക്ക് ഫോണിൽ മാറ്റിയിടുമ്പോ കിട്ടൂല ചെലപ്പോ. വിളിക്കേ മാമിന്റെ നമ്പർ ഒന്ന് തരുമോ? ഫോൺ അഥവാ ഇനിയിപ്പോ മാറ്റി സിം മാറ്റിയിടുമ്പോ കിട്ടൂല വിളിച്ചാലാര്. ഇന്നലെ ഞാൻ കൊറേ പണിയെടുത്തിട്ടാ കിട്ടിയേ നമ്പർ. എന്റെ നമ്പറോ? എന്റെ നമ്പർ തരാൻ പാടില്ലല്ലോ. നമുക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് നമ്പർ തരാൻ പാടില്ല. റെക്കോർഡ് ക്ലാസ്സിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്യില്ലേ? ഓക്കെ, എന്നിട്ടെങ്കിലും സാറിനോട് ചോദിക്കുമോ? സാറോടെ കോണ്ടാക്ട് ചെയ്യൂ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ സാറായിട്ടൊന്ന് കണക്ട് ചെയ്താല് ചിലപ്പോ സാറിനോട് കാര്യം പറയും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടൂല്ലോ. അംബീഷൻ എന്താ? മാം ഒന്ന് പറയുന്നു പറഞ്ഞിരുന്നു. മാമിന്റെ എന്റെ അംബീഷൻ ഒന്നും പുറത്തറിയാൻ പറ്റില്ല. സോറി, സീക്രട്ട് ആണ്. മാം ഒന്ന് പറയുന്നു പറഞ്ഞിരുന്നു. ഞാൻ പറയില്ലെന്നാ പറഞ്ഞേ. ലാസ്റ്റ് പറയാം. ലാസ്റ്റ് കോഴ്സ് ഒക്കെ കഴിയാറാകുമ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവാം. മാമിന് ഇവിടുന്ന് പോവാനാണോ? ടീച്ചറാണ്, ആയിരുന്നു നല്ല ടീച്ചറാണ്. പക്ഷേ ഈ ടീച്ചറല്ല. ഇപ്പൊ ടീച്ചറാണ് ശരി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിൽ ടീച്ചർ ആയിട്ടില്ല. കോളേജ് പ്രൊഫസർ ലൈക്ക് പ്രൊഫസർ ഒക്കെ ആവാനാണോ? പ്രൊഫസർ അല്ല, എന്നാലും ടീച്ചറാണ്. Okay. എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന ടീച്ചർ ആകണം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമില് കുറച്ച് ടീച്ചർമാരെ നമുക്ക് ഇഷ്ടമാണ് അല്ലെ? കുറച്ച് പേര് നമുക്ക് പഴയ ഒരു ഇതാണല്ലേ. അപ്പൊ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ടീച്ചർ ആകണം. അത് മാത്രമല്ല, എനിക്ക് എന്റേതായ ഒരു കംഫർട്ട്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാൽ പോലെ എന്റെ കഥ ഇവിടെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞോളൂ, നല്ലതല്ലേ. എന്തായാലും മിസ് തുടങ്ങി, ഇനി പറഞ്ഞോ. പ്രവിതയാണ് എന്നോട് പറഞ്ഞത് കാര്യം. സിനിയും പറയണോന്ന്. സോറി. ഓക്കെ, എന്റെ ഞാൻ പറയാം. കോഴ്സ് കഴിയുന്നേക്കാളും മുന്നേ ഞാൻ പറയും. ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. എന്തായാലും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആണ് എന്റെ സ്റ്റോറി. അതെയോ? പഠിക്കുന്ന ഒരാളായിരുന്നില്ല. ഓക്കെ, ഇനി എന്താ പറയൂ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ഇംഗ്ലീഷില്. എന്തായാലും ഒരു അവസരം കിട്ടിയതല്ലേ. കോൺവെർസേഷൻ പോലെ, കോൺവെർസേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ച് സംസാരിക്കോ? ഞാൻ സംസാരിക്കും. ഞാൻ ഒന്നും മുൻപില്ല. ജസ്റ്റ് ഒരു ടോപ്പിക് തരുന്ന വ്യക്തി മാത്രമാണ് ഞാൻ. ഓക്കെ, നിങ്ങൾ പരസ്പരം സംസാരിക്കണം. ഒരാൾ നിർത്തുന്നിടത്ത് അടുത്ത ആൾ തുറക്കണം. ഓക്കെ, റെഡിയാണോ? ടോപ്പിക് ഞാൻ തരാം. എന്ത് പൊട്ടത്തവണെങ്കിൽ വിളിച്ച് പറയൂന്നേ. ഇവിടെ നമ്മളാകെ 11 പേരേ ഉള്ളൂ. പേടിക്കണ്ട. അതിൽ 2 പേരും ഇവിടത്തെ സ്മാർട്ട് സ്ട്രീഡയാ. അപ്പൊ ആകെ 8 പേര് 9 പേരെ എങ്ങാണ്ടുള്ളൂ. ഒന്നും പേടിക്കണ്ട, എന്താണെങ്കിലും പറഞ്ഞോളൂ. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ക്ലാസ് ഇല്ലാന്ന് കാണുമ്പോ അവര് ലെഫ്റ്റ് ആയി കൊണ്ട് കാണില്ല. ലെഫ്റ്റ് ആയി പോയിക്കോളും. അതെ, അപ്പൊ ധൈര്യമായിട്ട് പറ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ പഠിക്കുള്ളൂ. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടാനാ.
ഓക്കെ, ഇങ്ങനെ കേട്ടിരിക്കുന്ന ടീച്ചറെങ്കിൽ എവിടെ കിട്ടാനാ? ശ്രദ്ധപ്പെട്ട കൊടുത്താലോ. ഓക്കെ, ടോപ്പിക് കേട്ടെ. Yeah. ma'am. യെസ് മാം. എല്ലാവരും പറയണം. ഒരാളെ പോലും മിണ്ടാതിരിക്കരുത്. എന്തെങ്കിലും കിട്ടുമ്പോ പറയും. ഒരാൾ നിർത്തുമ്പോ അടുത്ത ആൾ നോക്കാം. ഞാൻ ഇവിടെ നിന്ന് അടുത്ത ആളെ പറയൂ എന്നൊന്നും പറയില്ല. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ. കാരുണ്യ പറഞ്ഞ ശേഷം കാരുണ്യ നിർത്തിയാലും അപ്പൊ അതിനടുത്ത ആള് ജിംഷ പറയാം. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ തന്നെ സ്വയം പറയാൻ നോക്കാം. ഗ്യാപ്പ് ഉണ്ടാവരുത്. ഓക്കെ ആണോ? കാരുണ്യ, ജിംഷ, നീക, വിദ്യ, പ്രവിത, ലക്ഷിന, പിന്നെ നെച്ചൂസ്. വിളിക്കുമ്പോൾ തന്നെ ഒരിക്കൽ ലെഫ്റ്റ് ആയി പോകരുത്. ഓക്കെ, ലെഫ്റ്റ് ആയാല് നിങ്ങൾ എല്ലാം ഒന്ന് ഫേസ് ചെയ്യാൻ തയ്യാറല്ല എന്നർത്ഥം. ഓക്കെ, അജി വിജയൻ, ഇത്രയും പേരേ ഉള്ളൂ ക്ലാസ്സില്. അജി ഇല്ലല്ലോ, ഉണ്ടോ? അജി ഉണ്ടല്ലോ. അജി ഉണ്ട്. ഇത്രയും പേരുണ്ട്. സോ ടോപ്പിക് ഇതാണ്. മാം ഞാൻ ഉണ്ടാവാൻ Disadvantage. ചാൻസ് ഇല്ല. ഞാൻ ലീവ്. എന്തോ? മാം ഞാൻ ഉണ്ടാവില്ല, എനിക്കിപ്പോ പോവാറുണ്ടായിരുന്നു. ഒലിവിയാണ്. അത് മോനെ കൂട്ടാൻ പോണം. അതാ. ഓക്കെ, അപ്പൊ ടോപ്പിക് ഇതാണ്. സോഷ്യൽ മീഡിയ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. ഓക്കെ, Okay. Start it. Yeah. Social media is a good and it's a bad side and good side. Yeah, it will come. We got many learn about something social things and um, um, opportunities from it. But it's a wrong side. Say the people's always always enjoying the social media platform, but they connect house they ഞാൻ പറയാടാ. സോഷ്യൽ മീഡിയ പറഞ്ഞോട്ടെ. okay. Social media has many advantages and disadvantages also. Include in our society, like in this time, all of them are using social media recently, regularly. Our major time are spending in the social media. Is it right? So Yeah. ഞാൻ ഇവിടെ തന്നെ ഞാൻ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, Okay, ma'am. We in social media like Instagram, Facebook, we know all most of the apps we are using also in our daily life, and there is also advantages. We know that we can know the news as daily news as and know the trend, and we can purchase anything in the online. We can purchase etc. Yeah, we know that. The major disadvantage is the children are using social media for a long time. That can cause their brain activities, and their make them trauma, and yeah, they are addicted to the social media. So
Besides that, there is more advantages. We can Google anything they want. We want. We can find anything we want. പിന്നെ we can easy to access every informations in the social media in it, and we can connect the long ones like if we are sitting in India, you can connect at the time USA, America, USA, England, anywhere. So the connection between friends or family, like that. Before, like 10 years before, we can connect our friends or family, their work or studying in abroad. We just only use the letters. Like there is lot of time to get replaced. And, then disadvantages, mainly saying cyberbullying. You all of them know that cyberbullying. Yesterday, I read in a newspaper that a girl who abused because of the use of social media. And പിന്നെന്താ? We have also mental health challenges, and we are wasting our time, long time, more time in the social media. That's also biggest advantages of our life. Thank you. Next ആരാ? ആരും പറയുന്നില്ല? എന്തെങ്കിലുമൊക്കെ പറയൂ. The അതുപോലെ തന്നെ social media Yeah, Dinsha, continue. social media advantage and disadvantage. Advantage, information about the all society. Instagram, social media example, Instagram, Facebook, on the TV channels, news. Then that a time give the society, social media easy to give the information. And disadvantage, children are misuse the phone and their ബാക്കിയൊന്നും ശരിക്കും. ഇനി വിദ്യ, അനീഹ പറയൂ. In social media, especially WhatsApp, we will got information so fastly, and then they have nowadays they have so many groups, like 10th plus 2 colleges, family groups, so many groups are there. If we have any information about, we see our friend when we were studying 7th or 10th standard. If we have 10 group or plus 1 plus 2 group, in that group we will got all the information about our friends. We not seeing our friends, but they will say all the things in the group. Then next, if our brothers, sisters, or cousins, friends, anybody's in abroad, we can we can see them and we can talk. Then we will get we will not get feelings that they will not with us. We will get feel that they will sit on our home and talking each other when we are calling video calls. Yeah. If in one home, if in one home both are there in abroad, we can both or three are more than one, two, sure, more than one. If they are in one home, sure.
in one home more than 3 if they have abroad brother, father, mother, family members. Then we can call group calls. Then we can talk. In one call we can talk. ഗ്രൂപ്പ് കോൾ വിളിക്കാണ് എന്നാണ് ഉദ്ദേശിച്ചത്. പറയൂ ആ ഫ്ലോഗ് വെക്കുന്ന കിട്ടില്ല. പറയൂ, കണ്ടിന്യൂ ചെയ്യും. Then if we want to give any information, we can do very fast within text message, WhatsApp. We can easily connect with people's in worldwide. Okay. Yeah. Wait. Then if we want to see our friends, we will miss our friends. We can call them video call or chat. That's about WhatsApp. പിന്നെ Instagram. ഫുൾ ടൈം സോഷ്യൽ മീഡിയ ആണ്. ഞാൻ വാട്സപ്പ് പറഞ്ഞോളൂ. അല്ല മൊത്തത്തിൽ ഇങ്ങനെയാണല്ലോ. Then also we have. It's also a disadvantage. ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഇരിക്കുന്നതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായോ? All of the things we can get in our fingertips. There is lot of disadvantages by using the social media. Like the continuous use of social media can cause depression and anxiety and loss of appetite and sleep also. Then even they can lead to suicide. So it's a major thing that we can reduce the social. You can use the social media even at your free, or if you want to get the knowledge or information, it's okay. Even you can contact in WhatsApp, whatever that. But you we can regulate the time that we are using the social media, or we can reduce the screen time. Then besides that, we can communicate with others by example that I'm saying that before we are going in a bus, we are traveling in a bus, travel by a bus. So in before all of them are talking, not using the social media, like they have connections, attachment, and we can share the experience also. But now all of them are using the or in the phone. They are living in the phone. They are living in the phone. Always put two headphones on the ears, and just they didn't even look outside the nature. Just scrolling the phones only. Even yesterday, I see a video on YouTube. The one child that he suffer from the continuous use of social media. Even he's sleeping or dreaming, like whatever is seeing or watching the social media, he just scrolling with fingers without using phone. That's very major disadvantages of the social media. We need to regulate them, especially our kids. Yeah, good. So എല്ലാവരും മാം, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞത് ഇപ്പൊ ഡിബേറ്റ് പോലെയായി. അവരവരുടെ ഒപ്പീനിയൻ അല്ലേ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പം സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ നമ്മൾ ഡെയിലി കോൺവെർസേഷൻ ചെയ്യില്ലേ, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. കോൺവെർസേഷൻ ചെയ്യാം, പക്ഷെ ഒരാളുടെ വർത്തമാനം പറയേണ്ടി വരും. ഡെയിലി നമ്മൾ ചെയ്യുന്ന കോൺവെർസേഷൻ പോലെ അങ്ങനെ പോലെ റെഡിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതാരും സംസാരിക്കില്ല. ഇപ്പൊ പോയി എത്ര 6 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും ലീവായി. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലേ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ കുറച്ചു പേരൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക്
നമുക്ക് ചെയ്യാം. ഓക്കെ, മിസ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ, അതുപോലെ ഒരു ഇതാകുമ്പോ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. അതെ, നമ്മൾ പിന്നെ ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങളാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് നമ്മളിപ്പം ഫോണിൽ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ സംസാരിക്കാം, നമുക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. ഞാൻ അതാ ഉദ്ദേശിച്ചേ. പിന്നെ മാം ടോപ്പിക് സംസാരിച്ചേ ഉള്ളൂ. ശരിയാണ്, പക്ഷേ നിങ്ങൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, അല്ലാതെ ഇത് ചെയ്യാനില്ല. കോൺവെർസേഷൻ ആകുമ്പോൾ ഒന്നും ചെയ്യാനില്ല, ആരെങ്കിലും ഉണ്ടാവണം. ഇപ്പൊ ഓരോ ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിബേറ്റ് ആകുമ്പോൾ ഒരാൾക്ക് തന്നെ കുറേ പറയാനുണ്ടാവും. ഇപ്പൊ കോൺവെർസേഷൻ ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരാളിപ്പോ കാര്യം ചോദിച്ചു, പക്ഷെ ആള് അത് റിപ്ലൈ ഇല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അവിടെ വെച്ച് അവസാനിച്ചു. മനസ്സിലായോ? അപ്പൊ റിപ്ലൈ തരണം. അങ്ങനെയുള്ള ഗ്രൂപ്പിലൊക്കെ സംസാരിക്കും. ഇങ്ങനൊരു ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, റെഡിയാണെങ്കിൽ ജോയിൻ ചെയ്യാം, സംസാരിക്കാം. പക്ഷെ ഇംഗ്ലീഷ് അതിൽ സംസാരിക്കണം. പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് തന്നെ ഉണ്ടാവുള്ളൂ ക്ലാസ്, സംസാരിക്കണ്ടേ. ഇപ്പൊ നീഹ പേടിച്ചിരുന്നാൽ നീഹക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുമോ? കേട്ടില്ല മിസ്സേ, പറയോ? പേടിച്ചിരിക്കായിരുന്നെങ്കിൽ സംസാരിക്കാൻ പറ്റുമായിരുന്നോ? ഇത്രയും സംസാരിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, പേടിച്ചോണ്ടിരിക്കുള്ളൂ. അതെ, എനിക്ക് എല്ലാവരോടും പറയുന്നത് പറയണ്ടേ, എല്ലാവരും സംസാരിക്കാം. പേടിയാണ്, കോൺഫിഡന്റ് ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം.